ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഡിസ്പോസിബിൾ കപ്പ് എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ള 3 കിടിലൻ ഐഡിയാസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് പശ വെച്ച് ഒട്ടിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ആണെങ്കിലും കുഴപ്പമില്ല, കാരണം പേപ്പർ കപ്പ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പം ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി ഒട്ടിച്ച് കൊടുക്കണം, ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പെന്നോ പെൻസിലോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇപ്പോൾ തന്നെ പിടികിട്ടി കാണും ഏകദേശം എന്താണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 യെല്ലോ കളർ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് കളർ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഡോട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ കുഞ്ഞൻ ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുക്കാം, നല്ല ഭംഗിയായിരിക്കും. ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ജോയിൻ്റ് ചെയ്തില്ല ആ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ക്ലോത്തിൻ്റെ ഒരു ചെറിയ റിബൺ പീസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇപ്പം തന്നെ കളർഫുള്ളായിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാരി ബാഗിൻ്റെ റോസ് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതും കൂടെ ഒരു 3 ഞാൻ ഈ നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് കുഞ്ഞു പീസ് ലീഫിൻ്റെ പാറ്റേണിൽ കട്ട് ചെയ്ത് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി ഫോം ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഒട്ടിച്ചു കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കോയിനൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു കുടുക്കയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കോയിൻ കൊടുത്താൽ അവർക്ക് ഇടാനൊക്കെ ഒരു ഉത്സാഹമായിരിക്കും, നല്ലൊരു അട്രാക്ഷനുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലൊരു കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡല്ല, ശരിക്കും പറഞ്ഞാൽ കേക്കിൻ്റെ ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 3 ഡിസ്പോസിബിൾ കപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്കിൻ്റെ ബോർഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാർഡ്ബോർഡ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ബേസായിട്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഒരു വശത്ത് ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇറുക്കി ഒട്ടിച്ചു കൊടുക്കണം. മാത്രമല്ല കുറച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോൾ, അതുകൊണ്ട് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് ഗ്യാപ്പ് വിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചതിന് ശേഷം അടുത്ത് ഈ ഒരറ്റത്താണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടുത്തടുത്ത് ഒട്ടിക്കരുത്. ഇനി ഇത് ഇവിടെ ആയിട്ട് ഒരു സെൻറ്റർ പോർഷനിൽ ഇത് ഇവിടെ മുകളിലായിട്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു ഭാഗം ഗ്യാപ്പായിട്ട് തന്നെ കിടക്കട്ടെ. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഇനി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. കേക്കിൻ്റെ ബോർഡും കപ്പും എല്ലാം ഞാൻ കളർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുകൾ ഭാഗം വൈറ്റ് കളറിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. വൈറ്റും ബ്ലാക്കും നല്ല രസമല്ലേ. പിന്നെ വിചാരിച്ചു എന്തായാലും റെഡ് റിബൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, സാറ്റിൻ റിബൺ വീതി കുറഞ്ഞപ്പോൾ അത് വെച്ച് ഞാനൊന്ന് കവർ ചെയ്തപ്പോൾ നല്ല രസമുണ്ട്, റെഡും വൈറ്റും ബ്ലാക്കും ഒക്കെ ആയപ്പോഴും. പിന്നെ ഒരു കുഞ്ഞൻ ബോയും കൂടെ ഉണ്ടാക്കി ഞാൻ 3 കപ്പിൽ ഇതിൽ അറ്റാച്ച് ചെയ്തെടുത്തു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ഞാൻ പെയിൻറ്റിങ്ങിന് വേണ്ടി, അതായത് പെയിൻ്റുള്ള ഒരു കുഞ്ഞു പൂ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഈസി ആയിട്ടുള്ള റോസ് ഫ്ലവർ എൻ്റേതായ രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റാലിക് കളറിൽ കോപ്പർ കളറും ഗ്രീൻ കളറുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ കിടലൻ ഐറ്റവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു കുഞ്ഞൻ ഡെമോ കാണിച്ചുതരാം എന്തൊക്കെയാണ് ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന്. ഇതെൻ്റെ ട്രൈപോഡാണ്, ഒരു കപ്പിലതും. പിന്നെ നെയിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്കറിയാം ഈ ടൂൾസ്, അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബ്രഷസ് ഉണ്ട്, അതൊക്കെ ഇട്ടു. ഇനി നമ്മുടെ കുഞ്ഞു മക്കളുടെ ടേബിളിൻ്റെ അടുത്തൊക്കെയാണ് വെക്കുന്നതുകൊണ്ട് അവരുടെ ബ്രഷസും പിന്നെ ഇത് കളേഴ്സും പെൻസിലും ക്രയോൺസും അതൊക്കെ ഇട്ട് വെക്കാം. ഒന്ന് ഹാങ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്തും വെക്കാം. എന്തായാലും ഇതും ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഐറ്റമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നതിന് ഞാൻ ഇതുപോലെ 4 ഡിസ്പോസിബിൾ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കപ്പും പിന്നെ ഒരു കേക്ക് ബോർഡുമാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ബോർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തല്ല, കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് 4 കപ്പും ആദ്യം ഒന്ന് വെച്ച് നോക്കുകയാണ്, കാരണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം, ഇങ്ങനെ വെക്കുന്നില്ല. അതിന് മുന്നായിട്ട് നമുക്കൊരു താഴെയുള്ള കുറച്ച് പോർഷൻ മാത്രം മതി, മുകൾ ഭാഗം നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അതൊന്ന് അളന്നതിന് വേണ്ടി വെച്ച് നോക്കുകയാണ്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമായി 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പൊസിഷനിൽ എത്താൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. എല്ലാവരും വീഡിയോസ് കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. കൂടെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനലൊക്കെ കാണുന്ന
കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ അതേ ഇതുപോലെ കേക്ക് ബോർഡിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കപ്സ് എല്ലാം കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ബേസ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ്, അതായത് കേക്ക് ബോർഡിനെക്കാളും കുറച്ചും കൂടെ വലിയ അളവിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് നീളത്തിന് കട്ട് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ ഒരു അരികു പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ആ ഒരു കപ്പൊക്കെ കവർ ചെയ്ത് അകത്തിങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ കേക്ക് ബോർഡിൽ കപ്പ് അറ്റാച്ച് ചെയ്തിരുന്നില്ലേ, അത് അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പശ വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് സെക്യൂറായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ്, അതായത് ഇത് പാക്കിൻ്റെയൊക്കെ ക്യാപ്പ് പോലെ ഇങ്ങനെ മുകൾ ഭാഗത്തിരിക്കില്ലേ, അതാണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പൂ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഫ്ലവേഴ്സ് ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഫ്ലവേഴ്സ് വേണമെങ്കിൽ വെക്കുക. ഇതൊന്നും ഓപ്ഷനായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കാർഡ്ബോർഡിൻ്റെ പീസിനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ലീഫും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കളർ ചെയ്തെടുക്കണം. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തത്തിലാണ് ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കപ്പുകളുടെ ഉൾവശം മാത്രം വൈറ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പിന്നെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതിന് ശേഷമാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് വേറെ കളേഴ്സൊക്കെ കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇതുപോലെ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൂമ്പൊടിയായിട്ട് മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഈ ഒരു ഐറ്റംസാണ് ഞാൻ ഇടുന്നത്. അതായത് എൻ്റെ കമ്മലൊക്കെ ഇടുന്നത് ഈ ഒരു ബോക്സിലായിരുന്നു, മാല മേടിച്ച ബോക്സിൽ. അപ്പോൾ അത് ഇതുപോലെ ചീത്തയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലോട്ട് ഇടാമെന്ന്. അപ്പോൾ ഇത് സ്റ്റഡും ഹാങ്ങിങ് ആയിട്ടുള്ള കമ്മലും എല്ലാം കൂടി ഞാൻ ഇതുപോലെ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 3 ഐറ്റംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മറക്കാതെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം.